അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 87-ാമത്തെ ആയത്തിൻ്റെ 4-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിയെ പ്രവാചകനായി നിയോഗിച്ചതും അദ്ദേഹത്തിലൂടെ തൗറാത്ത് എന്ന മഹത്തായ വേദഗ്രന്ഥം ആ ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതും അതിനുശേഷം തുടർച്ചയായിക്കൊണ്ട് ധാരാളം പ്രവാചകന്മാരെ ഇസ്രായേൽ ജനതയിലേക്ക് അല്ലാഹു നിയോഗിച്ചതും ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇസ്രായേൽ ജനതയിലേക്കുള്ള അവസാനത്തെ പ്രവാചകനായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വം സ്ഥാപിക്കുന്ന വ്യക്തമായ തെളിവുകൾ അള്ളാഹു ഒരു അനുഗ്രഹമായിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമക്ക് നൽകുകയുണ്ടായി. വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്, മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിരവധി ദൃഷ്ടാന്തങ്ങളാണ് ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനം, ആ ജനനം തന്നെ ബനു ഇസ്രായേലിയർക്ക് ഒരു ദൃഷ്ടാന്തമാണ്. സാധാരണഗതിയിൽ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമപ്രകാരം ഒരു കുട്ടി ജനിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് യാതൊരു പുരുഷന്റെയും ഒരു സ്പർശനവും ഇല്ലാതെയാണ്. ഈ ജനനം അത് മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലെ 21-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പിതാവില്ലാതെ ഒരു സ്ത്രീ പ്രസവിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾ ആ കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആക്ഷേപങ്ങളും സംസാരിക്കുവാൻ ഇടയായപ്പോൾ അവിടെ ശിശുവായിരുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഉമ്മയായ മറിയമിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന, ആളുകൾ ആക്ഷേപിക്കുന്ന വിഷയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഈസാ നബി അലൈഹിസ്സലാം തന്നെ നൽകുന്നത് അത് ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാണ്. സഹോദരങ്ങളെ, അവിടെ തൊട്ടിലിൽ വെച്ചുകൊണ്ട് ശിശുവായിരിക്കെ ജനങ്ങളോട് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചത് ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാകുന്നു, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ വളരെ അത്ഭുതകരമായി സംസാരിച്ചത് അത് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. സഹോദരങ്ങളെ, ഇനി ഈസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ ജനതയിൽ പ്രബോധന ദൗത്യം നിർവഹിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങൾ നിരവധിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിയുടെ ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട പല രോഗങ്ങളും ഈസാ നബി അലൈഹിസ്സലാം സുഖപ്പെടുത്തി കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് വ്യക്തമാക്കി കൊടുത്ത ദൃഷ്ടാന്തമാണ്. അതുപോലെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ ആകൃതിയിൽ രൂപമുണ്ടാക്കി അതിൽ ഊതിയാൽ അതൊരു യഥാർത്ഥ പക്ഷിയാവുക, ജന്മനാ കാഴ്ചയില്ലാത്തവരെയും വെള്ളപ്പാണ്ടുകാരെയും ഒക്കെ സുഖപ്പെടുത്തുക, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക, അതുപോലെ ജനങ്ങൾ ഭക്ഷിക്കുന്ന വീട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് ജനങ്ങളോട് വ്യക്തമാക്കി കൊടുക്കുക. ഇതൊക്കെ സഹോദരങ്ങളെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇസ്രായേൽ ജനതക്ക് തന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ആ ജനതയിൽ വ്യക്തമാക്കി കൊടുത്ത ചില ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്, മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു എന്ന്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്താ? വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, അദ്ദേഹത്തെ നാം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് ഈസാ നബി അലൈഹിസ്സലാമിയെ അല്ലാഹു റൂഹുൽ ഖുദ്സിനെ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇവിടെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ന് തർജ്ജമ ചെയ്യപ്പെടാറുള്ള റൂഹുൽ ഖുദ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം
തഫ്സീർ പണ്ഡിതന്മാരും അത് ജിബ്രീൽ അലൈഹിസ്സലാമിയാണ് എന്ന അഭിപ്രായക്കാരാണ്. അള്ളാഹു അവന്റെ അടിമകളെ ശക്തിപ്പെടുത്തുന്ന ഈമാനാണ് റൂഹുൽ ഖുദ്സ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സഹോദരങ്ങളെ, പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ നമുക്ക്. അതിൽ ഏറ്റവും പ്രബലമായ ഭൂരിപക്ഷം തഫ്സീർ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് റൂഹുൽ ഖുദ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റൂഹുൽ ഖുദ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്നാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ അഭിപ്രായമാണ് പ്രബലമെന്ന് പറയുവാൻ പല തെളിവുകളും ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ ഇവിടെ ഈ ആയത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. റൂഹുൽ അമീൻ, റൂഹുൽ ഖുദ്സ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ, ഈ പേരുകൾ അതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശേഷണങ്ങളാണ് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിലെ 192, 193 ആയത്തുകളിലൂടെ പറഞ്ഞു, വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, തീർച്ചയായും ഈ ഖുർആൻ ഇത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്താത്മാവ് അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ ആയത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിയെ റൂഹുൽ അമീൻ അഥവാ വിശ്വസ്ത ആത്മാവ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞത്. ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിയെ വിശേഷിപ്പിച്ച മറ്റൊരു പേരാണ് സഹോദരങ്ങളെ റൂഹുൽ ഖുദ്സ്. ഇനി സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, പണ്ഡിതന്മാർ തെളിവായിക്കൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തു കൂടെ നടന്നു പോവുകയായിരുന്നു ഒരു പള്ളിയിൽ. അപ്പോ അദ്ദേഹം ആ സമയം പള്ളിയിൽ ഇരുന്നു കൊണ്ട് കവിത പാടുകയായിരുന്നു. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തന്റെ കണ്ണുകൊണ്ട് തറപ്പിച്ചു നോക്കുകയാണ്. അപ്പോ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കളെക്കാൾ ഉത്തമരുടെ സാന്നിധ്യത്തിൽ ഈ പള്ളിയിൽ ഞാൻ കവിത പാടിയിട്ടുണ്ട്. എന്നിട്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹു പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ എന്ന് മറുപടി പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, പല ഘട്ടങ്ങളിലും ശത്രുക്കൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കവിതകൾ രചിച്ച മഹാവ്യക്തിത്വമാണ്, മഹാനായ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങൾ അവരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള കവിതയുണ്ടാക്കണം, ജിബ്രീൽ താങ്കളോടൊപ്പം ഉണ്ട് എന്നാണ് സഹോദരങ്ങളെ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ വളരെ വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ റൂഹുൽ ഖുദ്സിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞതും, ശത്രുക്കൾക്കെതിരിൽ കവിത ആലപിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം താങ്കളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞതും, ഇതെല്ലാം റൂഹുൽ ഖുദ്സ് അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് എന്ന് കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന തെളിവുകളാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന സൂറത്തുൽ ബഖറയുടെ ഈ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിയെ കുറിച്ച് പറഞ്ഞ വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, അദ്ദേഹം നാം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് ജിബ്രീൽ അലൈഹിസ്സലാമിയെ കുറിച്ചാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ആ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ നമുക്ക് പഠനങ്ങൾ നിർവഹിക്കുവാനും ഏവർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.